സമ്പന്നർ റിട്ടയർമെന്റ് ആസ്വദിക്കാൻ കുടിയേറിയിരുന്ന സ്പെയിനിലെ കാനറി ദ്വീപുകൾ ഇന്ന് അനാഥ ശരീരങ്ങളുടെ തീരമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് സുരക്ഷ തേടിയെത്തുന്ന ദരിദ്ര കുടിയേറ്റക്കാരുടേതാണ് ആരും തേടിയെത്താത്ത, അവകാശങ്ങളില്ലാത്ത ആ ശരീരങ്ങൾ. ഈ വർഷം ഇതുവരെ 22 അഭയാർത്ഥികളുടെ മൃതദേഹങ്ങൾ കാനറിയിലെ എൽ ഹിറോ തീരത്തെടുത്തു. 2023-ൽ 11 മരണസംഖ്യ, 2022-ൽ ഒരാളും. പലായനത്തിൽ തീരം തൊടാനാവാതെ ജീവൻ പൊലിഞ്ഞവരുടെ അപൂർണമായ കണക്കാണിത്. യൂറോപ്യൻ രാജ്യങ്ങൾ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയതോടെ ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കണ്ടെത്തിയ അഭയ കേന്ദ്രമാണ് സ്പെയിനിലെ കാനറി ദ്വീപുകൾ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 5 ഇരട്ടി വർധനയാണ് പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിലുണ്ടായത്. ഈ ശ്രമത്തിനിടെ കാണാതാവുകയോ കൊല്ലപ്പെട്ടവരുടെയോ എണ്ണം 891 അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയായ IOM കണക്കാക്കുന്നു. മുൻകാലങ്ങളിലേക്കാൾ 61% വർധന. പശ്ചിമാഫ്രിക്കയിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ അകലെയുള്ള ദ്വീപുകളിലേക്ക് തുറന്ന ബോട്ടുകളിൽ പലായനത്തിന് ശ്രമിച്ച നിർഭാഗ്യരാണവർ. ലോകത്തിലെ ഏറ്റവും അപകടകരമായ 2ാമത്തെ പലായന പാതയാണിത്. ഏകദേശം 6 ദിവസത്തെ യാത്ര. അതിശൈത്യം മൂലമുണ്ടാകുന്ന ഹെപ്പോതെർമിയ, നിർജ്ജലീകരണം, ബോട്ടുകൾ മറിഞ്ഞുള്ള മുങ്ങിമരണം എന്നിവയാണ് അഭയാർത്ഥികളുടെ ജീവനെടുക്കുന്നത്. തീരത്തടിയുന്ന മൃതദേഹങ്ങളിൽ പലപ്പോഴും ജലാംശമോ ഭക്ഷണത്തിന്റെ സാന്നിധ്യമോ കണ്ടെത്താറില്ല. ആരും തേടിയെത്താറില്ലാത്ത ഈ മൃതദേഹങ്ങൾ ദ്വീപുകളിൽ എവിടെയെങ്കിലും പേരില്ലാത്ത ശവകുടീരത്തിൽ സംസ്കരിക്കപ്പെടും. %90 കുടിയേറ്റ മരണങ്ങളിലും മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാറുപോലുമില്ല. പിടിക്കപ്പെട്ടാൽ നാടുകടത്തപ്പെടുമെന്ന ഭയത്താൽ ഭൂരിഭാഗം അനധികൃത കുടിയേറ്റക്കാരും തിരിച്ചറിയൽ രേഖകൾ കടലിൽ ഉപേക്ഷിക്കുന്നതാണ് ഒരു കാരണം. ഒപ്പമുണ്ടായിരുന്നവരോ ജന്മനാടുകളിൽ അവശേഷിക്കുന്ന കുടുംബമോ ഇവരെ തേടിയെത്താറില്ല. DNA സാമ്പിളുകൾ ശേഖരിച്ചുള്ള സങ്കീർണമായ മാർഗങ്ങൾ തേടിയാൽ തന്നെ 2 മാസം വരെ സമയമെടുക്കും തിരിച്ചറിയലിന്. 40% കേസുകളിലും റെഡ് ക്രോസ് പോലുള്ള സന്നദ്ധ സംഘടനകളാണ് ഈ പരിശ്രമങ്ങൾക്ക് മുതിരുന്നത്. തീരത്തടുക്കുന്ന കുടിയേറ്റക്കാരുടെ കണക്ക് മാത്രം സൂക്ഷിക്കുന്ന സ്പാനിഷ് സർക്കാർ മരണപ്പെടുന്നവരുടെയോ കാണാതാകുന്നവരുടെയോ കണക്കെടുക്കാറില്ല. അനധികൃത ബോട്ടുകൾ ഉൾപ്പെടുന്ന അപകടങ്ങളുടെ വിവരശേഖരണം രാജ്യത്തിന്റെ നയതന്ത്ര പരിധിയിൽപ്പെടുന്നില്ല എന്നാണ് സ്പെയിനിന്റെ വാദം. രാജ്യത്തെ നിയമങ്ങളോ പ്രോട്ടോക്കോളുകളോ അത്തരം ബോട്ട് അപകടങ്ങളിൽ ബാധകമല്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനത്തിലും സ്പെയിനിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. മറുവശത്ത് ആഭ്യന്തര കലാപങ്ങളാൽ കലുഷിതമായ സെനഗലടക്കം രാജ്യങ്ങളിലെ ദരിദ്ര ജനതയെ മനുഷ്യക്കടത്ത് സംഘങ്ങൾ മുതലെടുക്കുന്നു. 300 വരെ ആളുകളെ ഒരു ബോട്ടിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ കടത്തുന്ന സംഘങ്ങളും കടലാഴങ്ങളിൽ കാണാതായവരുടെ കണക്കെടുക്കാറില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.